നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ സമാധാന ശ്രമങ്ങൾ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇസ്രായേലിലും ലെബനനിലും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തിയിരിക്കുകയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലും ലെബനനും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകളാണ് നടന്നത്. ഏതായാലും വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ചയെ ചരിത്രപരമായ അവസരം എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ വിജയിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും ഇസ്രയേലും ലെബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ എവിടെ വെച്ച് നടക്കുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സ്വാധീനം അവസാനിപ്പിക്കാനാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായി നേരിട്ടുള്ള ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായും നിരായുധീകരിക്കും എന്ന കർശന നിലപാടാണ് ചർച്ചയിൽ ഇസ്രയേൽ സ്വീകരിച്ചത്. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന രൂക്ഷമായ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ വേണമെന്നും ലെബനൻ ആവശ്യപ്പെട്ടു. 1993 ശേഷം ഇത് ആദ്യമായാണ് ഇസ്രയേലിലെയും ലെബനന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരിക്കുന്നത്. ഔദ്യോഗികമായ നയതന്ത്ര ബന്ധമില്ലാത്ത രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. മാർച്ച് 2 ലെബനനിലെ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വാഷിംഗ്ടണിലെ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം തുടർന്നിരുന്നു. വടക്കൻ ഇസ്രായേലിലെ പല പ്രദേശങ്ങളും മിസൈൽ ഡ്രോൺ മുന്നറിയിപ്പുകൾ മുഴങ്ങുന്നത് പതിവാകുകയാണ്. ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇരുപക്ഷവും സഹകരിക്കുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക പറയുന്നു. ഈ സമാധാന ശ്രമം ദീർഘമേറിയ ഒന്നാണ് എങ്കിലും മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണ്. അതായത് ലെബനിലെ ജനങ്ങളുടെ ദുരിതത്തിന് ഈ ചർച്ചകൾ അറുതി വരുത്തുമെന്നാണ് പ്രസിഡന്റ് ജോസഫ് ഔൺ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല ലെബനൻ സൈന്യത്തിൽ മാത്രം നിക്ഷിപ്തമാക്കുക എന്നതാണ് ഏക പോംവഴി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ലെബനൻ സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടു തന്നെ അറിയണം. വാഷിംഗ്ടണിലെ ചർച്ചകളിൽ എത്തുന്ന തീരുമാനങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം വഖീഫ് സഫയാണ് ഈ നിലപാട് പരസ്യപ്പെടുത്തിയത്. ലെബനന്റെ തെക്കൻ മേഖലകളിലും രാഷ്ട്രീയത്തിലും ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമുണ്ടത് എന്നത് ചർച്ചകളുടെ വിജയത്തെ ആക്കം കൂട്ടുന്നു. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകൾ ലെബനെയും ഉൾപ്പെടുത്തണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഇത് നിരുപാധികം തള്ളുകയാണ് ഈ ആവശ്യം. ഇറാന്റെ ആവശ്യത്തിന് മുൻപേ തന്നെ ലെബനൻ ഇസ്രയേൽ ചർച്ചകൾക്ക് അമേരിക്ക പദ്ധതിയിട്ടിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും നിലവിലെ സംഘർഷത്തെ തുടർന്ന് 10ഓളം ആളുകളാണ് ലെബനൻ ഭവനരഹിതരായത്. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്നും രാജ്യത്തെ കരകയറ്റാൻ വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന് ലെബനീസ് പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. എങ്കിലും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന കടമ്പ മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല.